എല്ലാവർക്കും കൂട്ടീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് KFC സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയാലോ. ഇത് സെയിം ടേസ്റ്റാണ്, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോപ്കോൺ അതേ ടേസ്റ്റിലാണ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ വേണം, ഒരു കോഴിമുട്ട വേണം, ഇഞ്ചി വെളുത്തുള്ളി സവോള ഇത് മൂന്നും കൂടി അരച്ച പേസ്റ്റാണ്. ഏകദേശം നമ്മൾ എത്രയാണോ ഇഞ്ചി എടുക്കുന്നത് അതേ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം സവാള എടുക്കുക അരയ്ക്കാനായിട്ട്. സാധാരണ KFCയിലൊക്കെ അവർ ഓണിയൻ പൗഡറാണ് ഉപയോഗിക്കുക, പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 3-4 ദിവസമൊക്കെ സവാള ഉണക്കി വെയിലത്ത് ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്താലും അതേ ടേസ്റ്റാണ്, ടേസ്റ്റിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് അതല്ലേ എളുപ്പം. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് വേണം, കാശ്മീരി ചില്ലി പൗഡർ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, കുരുമുളക് പൊടിയും വേണം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഏകദേശം ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഏകദേശം 1 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർക്കാം. ഇനി നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. ഞാൻ അത്ര സ്പൈസി ആയിട്ട് ഉണ്ടാക്കണില്ല. മാത്രമല്ല കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പെപ്പറിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർക്കണം കേട്ടോ, എന്നാലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഏകദേശം ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആകെ കൂടി സോയാ സോസാണ്. സോയാ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങാനീരെടുത്താലും മതി. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് പൗഡർ മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഞാനൊരു പരന്ന പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇനി വേണ്ടത് ചുക്ക് പൊടിച്ചതാണ്, അതായത് നമ്മുടെ ജിഞ്ചർ പൗഡർ. അതൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം, ഉള്ളവർ ചേർക്കുക. പിന്നെ വേണ്ടത് 3-4 നുള്ള് ജീരകം പൊടിച്ചത്. ജീരകം പൊടിക്കുക എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ഇടിക്കല്ല് ഉണ്ടാവില്ലേ, അതായത് ഉള്ളി മുളകൊക്കെ ചതയ്ക്കുന്ന കുഞ്ഞാട്ടുകല്ല്, അതിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഈ പൗഡറിലിട്ട് റോൾ ചെയ്ത് നന്നായി ഈ പൗഡർ കൊണ്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇത് കൈകൊണ്ട് ചെയ്യുകയാണ് എളുപ്പം, പക്ഷേ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഈ മാവ് കട്ട പിടിച്ച് നമ്മുടെ കയ്യിലൊക്കെ വന്ന് ഒട്ടി ആകെ വൃത്തികേടാവും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നീട് കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഫോർക്കും സ്പൂൺ വെച്ച് ചെയ്യുകയാണ് നല്ലത്. ഇതുപോലെ സ്റ്റീൽ അരിപ്പയിലേക്ക് തന്നെ ഇടണമെന്നൊന്നുമില്ല, പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചാലും മതി. ഞാൻ അവസാനം അതൊന്ന് എക്സസ് പൗഡർ താഴെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റീൽ അരിപ്പയിൽ വെച്ചത്. ഞാൻ സാധാരണ ഇതൊക്കെ ടോങ്സ് വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷെ അതില്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഞാനപ്പോൾ ടോങ്സ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല സുഖമാണ് ടോങ്സ് വെച്ച് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ മാത്രമല്ല ഇത് ഫ്രൈ ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കാനും മറിച്ചിടാനും, അതുപോലെ ചപ്പാത്തിയൊക്കെ നമുക്ക് ബേർണറിൽ വെച്ച് കുക്ക് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഈ ടോങ്സ്. എല്ലാവരും പറ്റുമെങ്കിൽ ഒരെണ്ണം സംഘടിപ്പിക്കുക. ഇതാ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ വറുത്തെടുക്കാം, പക്ഷെ നമ്മുടെ സ്റ്റെപ്സ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതേ പീസസ്, നമ്മളിപ്പോൾ കവർ ചെയ്തെടുത്ത പീസസ് മുട്ടയിൽ മുക്കിയിട്ട് മൈദപ്പൊടിയിൽ വീണ്ടും റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത കോട്ടിംഗ് ഒക്കെ ഇത്തിരി വെറ്റായിട്ടുണ്ട്. നമ്മൾ ചിക്കനിലെ വെള്ളം ആയിട്ടാണ് അതങ്ങനെ വെറ്റാവണത് കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടിയിലോട്ട് കുറച്ച് കാശ്മീരി പൗഡർ അധികം ചേർക്കാം, അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ മൈദപ്പൊടിക്ക് പകരം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് പകരം ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഏകദേശം ഒരു 8-10 പീസ് കോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യണം. ഒരുപാട് നേരം വെച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ബാച്ച് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. കാരണം ഇതിരിക്കും തോറും ആ പുറത്തത്തെ കോട്ടിങ് വെറ്റായിക്കൊണ്ടിരിക്കും, അതാണ്. ഞാനപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് തുടങ്ങുമ്പോൾ ഒരു സ്മെല്ല് വരും. അയ്യോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. മീഡിയം ഹീറ്റിലാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതാ ഇപ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആവാറായി. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മൾ KFC പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മണം വരില്ലേ, അതേ മണമാണ് ഇപ്പോൾ ഈ വീട് മുഴുവൻ. ഫോട്ടോ എടുക്കാൻ വല്ലതും ബാക്കി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ മോൾ ഇപ്പോഴേ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, ഉറപ്പാണ്. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം. ഈ പോപ്കോൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടിയും പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ KFC സ്റ്റൈൽ പോപ്കോൺ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.